നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയിരുന്നല്ലോ. അന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചില എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന കാരണം അത് നടന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ വാർഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് 2 നേഴ്സുമാർ തമ്മിൽ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടു. ഇന്ന് ഫാദേഴ്സ് ഡേ ആണല്ലോ, അപ്പൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഇന്ന് കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരത് കേട്ട് ചിരിക്കുകയാണ് തോന്നിയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഫാദേഴ്സ് ഡേക്ക് വേണ്ടി മാത്രം അപ്പൻ്റെ ഫോട്ടോ തപ്പുന്ന ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ എത്രമാത്രം ഒരു ദുഃഖകരമായൊരു സിറ്റുവേഷനായിരുന്നു അത്. സ്വന്തം വീടിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ, സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടി മക്കൾ ഫാദേഴ്സ് ഡേ സ്പെഷ്യലിന് വേണ്ടി മാത്രം തപ്പുന്നു. അത് അത്ര വലിയ ഒരു തമാശ ആയിട്ട് തള്ളിക്കളയേണ്ട ഒരു സിറ്റുവേഷനാണോ അത്? എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അത് ഭയങ്കര വിഷമമായിട്ട് തോന്നി. സ്വന്തം മക്കൾക്ക് വേണ്ടി മിക്ക അച്ഛന്മാരും പല സ്ഥലങ്ങളിൽ പോയി പല കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. എന്നിട്ട് അവർക്ക് തിരിച്ചു കിട്ടുന്നതോ ഒട്ടുമിക്ക വീടുകളിലും അച്ഛന്മാരെന്ന് പറയുന്നത് ഒരു ദ്രാഷ്ട്യ രൂപമായ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാക്കുമാഷിനെ പോലെയുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അതിനാരായിരിക്കാം കാരണം? അമ്മ കുട്ടികളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരു രൂപമാണ് അച്ഛൻ. ഇന്ന് അച്ഛൻ വരും, പറഞ്ഞു കൊടുക്കട്ടെ, ഇന്ന് അച്ഛൻ്റേന്ന് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് എന്താണ്? അച്ഛൻ എന്നത് ഒരു ഭീകരമായ ഒരു രൂപമാണ്, അല്ലെങ്കിൽ അച്ഛൻ എന്നത് ഒരു ക്രൂരനായ ഒരു വ്യക്തിയാണ്. എന്നാൽ അച്ഛന് വരുമ്പോൾ അമ്മ അത് പറഞ്ഞു കൊടുക്കുകയോ കുട്ടിക്ക് വഴക്ക് കേൾക്കുകയില്ല. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അച്ഛൻ എന്നത് ഒരു ഭയമുള്ള ഒരു രൂപമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒട്ടുമിക്ക വീടുകളിലും അച്ഛനോട് കുട്ടികൾക്ക് ഒരു അകൽച്ച ഉള്ളത്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സിനിമകളിൽ പോലും അച്ഛൻ മകൻ ബന്ധമുണ്ടെങ്കിലും അവിടെ അച്ഛൻ മകൻ ബന്ധത്തിൻ്റെ ആഴം ഒരു ശത്രുത പോലെയോ അല്ലെങ്കിൽ ഒരു വഴക്ക് പോലെയുമാണ്. നരസിംഹം എന്ന മൂവി, സ്ഫടികം എന്ന മൂവി, ഇതിലെല്ലാം എന്താണ്? അച്ഛൻ മകൻ എന്നത് തുടക്കത്തിൽ ഒരു ശത്രുക്കളെ പോലെയുള്ള ഒരു രൂപമാണ്. പിന്നീടാണ് അത് അടുപ്പത്തിലേക്ക് വരുന്നത്. അതുപോലെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് എത്ര പാട്ടുകൾ മലയാള സിനിമയിലുണ്ട്. എന്നാൽ അമ്മയ്ക്ക് വേണ്ടി എത്രയോ അധികം പാട്ടുകളുണ്ട്. അച്ഛന് വേണ്ടിയുള്ളത് മരിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഒരു പാട്ട് മാത്രമല്ലേ, അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് പാട്ടുകളല്ലേ ഉള്ളൂ. അതാണ് നമ്മുടെ സിനിമയിൽ പോലും അച്ഛനോടുള്ള പ്രാധാന്യം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അച്ഛനെ സ്നേഹിക്കുക. നിങ്ങൾ അവരുടെ മനസ്സ് തിരിച്ചറിയാൻ പരമാവധി ശ്രമിക്കുക. നന്ദി, നമസ്കാരം.